കുടുങ്ങിക്കിടക്കുന്ന സാലിമിന്റെ ബന്ധു ശ്രീ അബ്ദുൽ കലാം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുൽ കലാം, എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഈ 3 പേരും സുരക്ഷിതരാണെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണ് താങ്കൾക്ക് കിട്ടുന്ന വിവരം? അത് ഇന്നലെ രാവിലെ സാലിം എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ തെരച്ചിലിന് വരികയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ ഗവൺമെന്റ് എല്ലാം ഓരോ ടീമിനെ ഏകോപിപ്പിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് തെരഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കയറേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. അവർക്ക് പറഞ്ഞു ഞങ്ങൾ 2 ദിവസമായിട്ട് തെരഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം ഓഫീസ് ബീസായിട്ട് കിടക്കാണ്. നമ്മൾ തിരയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള ആളുകളൊന്നും തിരയൂല, അതുകൊണ്ട് നമ്മൾ നോക്കട്ടെ, നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് പെർമിഷൻ വാങ്ങി തരുമെന്നൊക്കെ ചോദിച്ചു വിളിച്ചതാ. പിന്നെ ഒരു വിവരമില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ അവർ കയറി എന്നുള്ളത് വൈകിട്ട് വിളിച്ച്, രാത്രി 8 മണിക്ക് അവരെ വേറെ ബന്ധു തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരിതുവരെ തിരിച്ചു വന്നിട്ടില്ലാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വഴി തെറ്റിയിട്ട് അവർ എവിടെയെങ്കിലും ഉണ്ടാവും, അവർക്ക് അവിടുത്തെ പ്രദേശത്തുകാരാണല്ലോ, അവരെങ്ങനെങ്കിലും അപ്പോഴത്തെ സൈഡിലേക്ക് എത്തി വീട്ടിലെത്തും എന്ന് പറഞ്ഞു. പിന്നെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെ വീണ്ടും പറഞ്ഞു അവര് ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ ഇവിടെ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇവിടെ വിവരങ്ങളൊന്നും കിട്ടിയില്ലാന്ന്. പിന്നീടാണ് ഇങ്ങനെ അവിടെ തെരഞ്ഞു പോയ ആരോ സൂചിപ്പാറന്ന് അവരെ കണ്ടു എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര് റെസ്ക്യൂ ചെയ്യുന്നത്. നമ്മളിപ്പോ ആവശ്യമില്ല, നമ്മളും കാണുന്നുണ്ട് അവരെ. ഒരാൾക്ക് എന്താ കാലിനെന്താ ചെറിയ പരിക്കുണ്ട്, ആളെ ഫോറസ്റ്റിന്റെ അടുത്ത് എത്തി എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് അറിയില്ല, ആർക്കാണ് പരിക്ക് പറ്റിയെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. 3 പേരിൽ ആർക്കാണ് പറ്റിയെന്നുള്ളത് അറിയില്ല. ഏതായാലും മൂന്ന് പേരും ആത്മരോഷത്തോടു കൂടി പ്രതികരിക്കും. ഞങ്ങളോടും ഇന്നലെ പ്രതികരിച്ചു, ഇത് തന്നെയാണ് പറഞ്ഞത്. അവിടെ രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിലല്ല, ഒരുപാട് മൃതദേഹങ്ങൾ അവിടെയുണ്ട്, അത് ഇപ്പുറത്തേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രോഷത്തോടു കൂടി തന്നെ ഇറങ്ങി തിരിച്ചത്. ഇവർ നേരത്തെ ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണോ? അവരങ്ങനെ ഇങ്ങനത്തെ എന്ത് കാര്യത്തിനും വളരെ സജീവമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ആളുകളാണ്. നമുക്ക് വേണ്ടിയിട്ട് ആണല്ലോ അവരാ ചെയ്തത്. എന്തായാലും അവരെത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് വരട്ടെ, അല്ല നമുക്കിപ്പോ ഇവിടുന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടുകാർ പേടിച്ചിരിക്കുകയാണോ? വീട്ടുകാർ വളരെ പേടിച്ച അവസ്ഥയിൽ തന്നെ. പേടിക്കണ്ട എന്ന് പറയൂ, കാരണം അവർ സേഫ് ആണല്ലോ. അവിടെ ഇപ്പോൾ വലിയ സംഘം തന്നെയുണ്ട്. നമുക്ക് വിഷ്വൽ വന്നപ്പോഴാണ് ഇപ്പൊ നമുക്കത് കിട്ടിയത്. അതുവരെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വരെ ആളുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടു, ഇവനെ മിസ്സിംഗ് ആണെന്നുള്ള ഒരു വിവരം അറിഞ്ഞിട്ട് ഇപ്പൊ അത് വല്ലാത്തൊരു വിഷമത്തിലാണ്. ഇപ്പൊ എന്തായാലും ഇപ്പൊ കണ്ടത് വലിയ സമാധാനം, രക്ഷപ്പെട്ടു വരട്ടെ. ഓക്കെ, അപ്പോൾ വീട്ടുകാരെ അറിയിക്കുക, ഭയക്കാനില്ല. ഏതായാലും ഇതൊരു നല്ല ഉദാഹരണമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പോകരുത് എന്ന് സർക്കാർ പറയുന്നു എന്നുള്ള കാര്യം വളരെ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും അവരെ രക്ഷിക്കാൻ ഒരു വലിയ സംഘമുണ്ട് കേട്ടോ, ആർമിയുണ്ട് ഇപ്പോൾ. അതെ, അതല്ലാതെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്. അപ്പോൾ വലിയ സംഘം അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി അബ്ദുൽ കലാം പ്രതികരിച്ചതിന്.